കൂടുതൽ ആൾക്കാർക്കും മോണിറ്റൈസേഷൻ പ്രോബ്ലം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ റിപ്പീറ്റഡ് കണ്ടന്റ്, അതല്ലാന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ്, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ മാസ് പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ എല്ലാമാണ് വരുന്നുള്ളത്. പക്ഷേ സസ്പെൻഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൽ മോണിറ്റൈസേഷൻ കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് ഓൾറെഡി ID വെരിഫിക്കേഷൻ നിങ്ങൾ ID വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ചാനൽ ഫുൾ ഡിമോണിറ്റൈസേഷൻ ചെയ്ത് കളഞ്ഞു. നിങ്ങൾ ആ ID വെച്ചിട്ട് വേറൊരു ചാനൽ തുടങ്ങാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് ആ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ ചാനൽ തന്നെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേറൊരു ചാനൽ പോലും തുടങ്ങാൻ പറ്റത്തില്ല. ആ ID വെച്ചിട്ട് കേട്ടോ, ആ ID വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. നിങ്ങളെ ഫേസ് കാണിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഈ ID ആണ് കൊടുക്കുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ വേറൊരു ചാനൽ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതുപോലത്തെ റിലേറ്റഡ് റീയൂസ്ഡ് കണ്ടന്റ്, റിപ്പീറ്റീവ് കണ്ടന്റ്, ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കത് 1 മാസം ടൈം തരും. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ചാനൽ തുടങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ആ കണ്ടന്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് ആ ചാനൽ റീഅപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ റീഅപ്ലൈ ചെയ്യാനുള്ള നമുക്ക് അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചാനൽ സസ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേറെ ചാനലും തുടങ്ങാൻ പറ്റത്തില്ല. നിങ്ങളെ ചാനൽ അത് കിട്ടത്തുമില്ല കേട്ടോ, അത് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ചാനൽ അവിടെ ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നിങ്ങൾ അതേ Gmail ID വെച്ചിട്ട് തുടങ്ങിയാലാണെങ്കിലും നിങ്ങൾക്ക് വേറൊരു ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. അതല്ല നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വെരിഫിക്കേഷൻ ID കൊടുക്കൂലേ, ഒന്നെങ്കിൽ നമ്മൾ ഫേസ് വെരിഫിക്കേഷൻ ആയിരിക്കും ചെയ്യുന്നുള്ളത്. നമുക്കിപ്പോൾ റിലേറ്റഡ് വീഡിയോ കൊടുക്കാൻ തമ്പനെയിലെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. 3ാമത്തെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ആ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ID വേറെ ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ്, മാസ് പ്രൊഡക്ഷൻ ഇതൊക്കെ വരുന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വേറെ ആൾക്കാരുടെ വീഡിയോ ഇട്ടത് കൊണ്ടാണ്. പക്ഷേ ഇങ്ങനത്തെ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് നിങ്ങളൊരു മുമ്പ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ആ ചാനൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടൻറ്റോ അതല്ലെങ്കിൽ റിപ്പീറ്റഡ് കണ്ടൻറ്റോ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി എന്ന് വിചാരിച്ചോ. നിങ്ങൾ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയ ഒരു ചാനലിൻ്റെ Gmail ID ഉപയോഗിച്ചിട്ട് അതേ Gmail ID ഉപയോഗിച്ചിട്ട് നിങ്ങൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ട് ആഡ്സൻസ് ആഡ് ചെയ്താൽ നോക്കിയാലും നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താലും നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ചാനലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇതിൽ മോണിറ്റൈസേഷൻ റീയൂസ്ഡ് കണ്ടൻറ്റോ റിപ്പീറ്റഡ് കണ്ടൻറ്റോ മാസ് പ്രൊഡക്ഷനോ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതേ Gmail ID ഉപയോഗിച്ചിട്ട് നിങ്ങൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ട് 4000 വാച്ച് ടൈമും കംപ്ലീറ്റ് ചെയ്ത് 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചാനൽ ഇതേ ID വെച്ചിട്ടാണ് നിങ്ങൾ ഓൾറെഡി ആ ചാനൽ തുടങ്ങിയിട്ടുള്ളത്, ആ Gmail ID വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വേറൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ചാനൽ നിങ്ങളുടെ ഈ ചാനലും തുടങ്ങിയ ചാനലും ഒരേ വ്യക്തിയുടേതാണെന്ന് കണ്ടുപിടിച്ചാൽ, യൂട്യൂബ് കണ്ടുപിടിച്ചാൽ നിങ്ങളെ 2 ചാനലും മോണിറ്റൈസേഷൻ കട്ടാവും. ആദ്യത്തെ ചാനൽ ഓൾറെഡി റിജക്റ്റ് ചെയ്തതാണ്, രണ്ടാമത്തെ ചാനലും കൂടി മോണിറ്റൈസേഷൻ തരാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ വേറൊരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അതേ Gmail ID വെച്ചിട്ടോ അതെല്ലാം മുമ്പ് ഉള്ള Gmail ID വെച്ചിട്ടോ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവാത്ത യൂട്യൂബ് ചാനലിൻ്റെ Gmail ID വെച്ചിട്ടോ സെക്കൻഡറി ചാനൽ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. വേറെ രീതിയിൽ തമ്പനെയിൽ കൊടുക്കുക, പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, വ്യൂവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സിനെ ചിലപ്പോൾ നിങ്ങൾക്ക് ചാനൽ കുറേ നമ്മളെ വീഡിയോസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാണ്, അപ്പോൾ വീഡിയോ നമുക്ക് റെക്കമെൻഡേഷനിൽ വരണ്ട എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വ്യൂവേഴ്സ് നമുക്ക് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2, 3, 4 പ്രാവശ്യം കുറേ വ്യക്തികൾ നമുക്ക് കൂടുതൽ റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സസ്പെൻഡ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എക്സ്പ്ലനേഷനും കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി നമുക്ക് തരും കേട്ടോ. അതിന് ശേഷം മാത്രമാണ് അത് ചിലപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുത്തത് ശരിയാവാത്ത കാരണം കൊണ്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അറിയാത്തതും കൊണ്ടും ചിലപ്പോൾ ചാനൽ അടിച്ചു പോകാറുണ്ട്, അതേപോലെ സസ്പെൻഡ് ആയി പോകാറുണ്ട്. പണമിടപാടിനെ കുറിച്ചിട്ട് ഫേക്ക് ലിങ്ക് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾക്കാരുടെ ID കാണിച്ചു കൊടുക്കുക,
പിന്നെ ഫേക്കായിട്ട് ഉള്ള ഇൻഫർമേഷൻ കൊടുക്കുക, ആപ്ലിക്കേഷന് പരിചയപ്പെടുത്തി കൊടുക്കുക, ഇതുപോലത്തെ ഫ്രോഡ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ ഓൾറെഡി സ്കാമിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ സ്കാം ഇങ്ങനത്തെ എന്തെങ്കിലും സ്കാം പരമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ, അതിനെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് മുന്നേ കുറച്ച് പഴയ ആളാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും കുറേ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ്റെ വീഡിയോസ്. എനിക്ക് കുറേ റെക്കമെൻഡേഷൻ ഓൾറെഡി വന്നുകൊണ്ടുണ്ടായിരുന്നു. ലുഡു കളിച്ചിട്ട് ഗെയിം കാശുണ്ടാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഡബിൾ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും, ഇങ്ങനത്തെ കുറേ ചാനലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഫുള്ള് യൂട്യൂബ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വീഡിയോസ് പോലും ഇപ്പോൾ യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. അപ്പം ലുഡു കളിച്ചിട്ട് പൈസ ഉണ്ടാക്കുക, ഈ ക്യാഷ് സ്കാം ചെയ്യാന്ന് പറയും. അതിന് ക്യാഷ് സ്കാമിംഗ് ആണ് അത്. ശരിക്കും പറഞ്ഞാൽ സ്കാമിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അതുപോലത്തെ ആപ്ലിക്കേഷനോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാം പരമായിട്ടോ പൈസ കിട്ടും എന്ന് പറയുന്നതോ ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ചാനൽ ഇതുപോലെ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയും കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഹരാസ്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ അറ്റാക്കിങ്, അല്ലാന്നുണ്ടെങ്കിൽ ആക്രമണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. അത് 1 പ്രാവശ്യം 2 പ്രാവശ്യം ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരും. അതല്ലാന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കിട്ടും, എന്താ വെച്ചാൽ വയലേഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പിന്നെയും 2-3 പ്രാവശ്യം ഇതേപോലെ വയലേഷൻ യൂട്യൂബിൻ്റെ പോളിസി ലംഘിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 3ാമത്തെ ലംഘനത്തോട് കൂടിയിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. പിന്നീട് നമുക്ക് ഒരിക്കലും വേറൊരു ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. ആ Gmail ID വെച്ചിട്ടോ നമ്മളെ ഫേസ് വെച്ചിട്ടോ നമ്മളെ ID വെച്ചിട്ടോ വേറൊരു ചാനൽ തുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കുറേ കാറ്റഗറിയിൽ പെടും കേട്ടോ. ഇതിൽ വെറും മനുഷ്യന്മാരെ ആക്രമിക്കുന്നത് മാത്രമല്ല, നമ്മൾ കുട്ടികളെ ഹരാസ്മെൻറ്റ് ചെയ്യുന്നത്, അതല്ലാതെ കുട്ടികളെ ഫോട്ടോ കാണിക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ID പ്രൂഫ്, എന്തെങ്കിലും ID പ്രൂഫ്, അത് വലിയാണെന്നാണെങ്കിലും കുട്ടികളതാണെങ്കിലും ആരുടെ ID പ്രൂഫ് കാണിക്കുന്നത്, പിന്നെ ഇങ്ങനത്തെ കുറേ ID പ്രൂഫ് കാണിച്ചിട്ട് ഷോർട്ട് വീഡിയോ ഇട്ട ആൾക്കാരെ കുറേ ചാനൽ ഇതേപോലെ റീയൂസ്ഡ് കണ്ടന്റ്, മാസ് പ്രൊഡക്ഷൻ എന്നെല്ലാം വന്നിട്ട് കുറേ പ്രശ്നം വന്നിട്ട് ഓൾറെഡി ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികളെ ഐഡിയോ വലിയ ആൾക്കാരുടെ ഐഡിയ, അത് സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് കുറേ ആൾക്കാർ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരെ ഈ സ്കൂളിൽ ഇട്ടിരിക്കുന്ന ഈ അഡ്രസ്സ് ഫോട്ടോ ഇട്ടിരിക്കുന്ന ടാഗ് അതേപടി ഇട്ടിട്ട് അങ്ങനെ വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട്. കൂടുതൽ ആൾക്കാർ ഡാൻസ് അതെല്ലാം ചെയ്യുന്ന സമയത്ത് കുട്ടികളെ വീഡിയോ ഇടുന്ന സമയത്ത് അതേപടി വീഡിയോ ഇട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും മോണിറ്റേഷൻ കിട്ടിയിട്ടില്ല. മോണിറ്റേഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് നമ്മളെ സമീപിക്കുക. അപ്പോൾ നമ്മളത് ശരിയാക്കി കൊടുക്കുന്നത്. ഇന്ന പോലെ പ്രശ്നമുണ്ട്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളുടെ ടാഗ് ഉണ്ടെങ്കിലോ അഡ്രസ്സ് ഉണ്ടെങ്കിലോ ഫോട്ടോ ഉണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രൂഫോ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും യൂട്യൂബിൽ ഇതേപോലെ പ്രശ്നം വരാറുണ്ട്. അത് റിപ്പീറ്റായിട്ട് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വയലേഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. വയലേഷൻ വരും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മെയിൽ വരും. അങ്ങനത്തെ എല്ലാമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അതല്ലാതെ ടെർമിനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റായിട്ട് അതേപോലെ കൂടുതൽ വയലേഷൻ യൂട്യൂബിൻ്റെ പോളിസി അംഗീകരിക്കാതെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ പിന്നെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളെ ചാനൽ ടെർമിനേറ്റ് ആവത്തുള്ളൂ. ഇതിൽ കുറേ കാറ്റഗറിയിൽ പെടും. മനുഷ്യന്മാരെ മാത്രമല്ല ആക്രമിക്കുന്നത്, വലിയ വേറെ എന്തെങ്കിലും കാര്യത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ ഏലീനെയോ പൂച്ചനോ ഇങ്ങനത്തെ മൃഗങ്ങളെയോ അങ്ങനത്തെ എല്ലാ കാര്യത്തിനോ പ്രശ്നം തന്നെയാണ്. ആക്രമണ സ്വഭാവമുള്ള ഒരു കാര്യവും യൂട്യൂബിൽ ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 4000 വാച്ച് ടൈമും കംപ്ലീറ്റ് ചെയ്ത് 1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ മോണിറ്റേഷൻ കൊടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിവ് കിട്ടുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുമ്പ് അറിഞ്ഞിരുന്നില്ല, പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വിശദീകരിച്ചിട്ട് പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു കമൻറ്റ് ഇടാം. എന്നിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം.